നമ്മളിന്ന് നോക്കാനായി പോകുന്നത് 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പഞ്ചായത്തി രാജ്. നമ്മുടെ രാജ്യത്തിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതിയൊരു ഭാഗം പാർട്ട് 9 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആ ഭാഗത്തിന് ദ പഞ്ചായത്ത് എന്ന് നാമകരണം ചെയ്യുകയും അതോടൊപ്പം ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ അടിത്തറ. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്ത് രാജ് എന്ന സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂരിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ ചാപ്റ്ററിൽ ഒരു സ്ഥലത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രാമസഭ കൂടിയതിനെക്കുറിച്ച് പറയുന്നു. ഗ്രാമസഭയിൽ ആ ഗ്രാമത്തെ പ്രധാന ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നന്നാക്കാനുള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങൾ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് ഗ്രാമസഭായോഗം ആരംഭിക്കുന്നത്. ഇതിന് പിന്നാലെ ജലക്ഷാമം എന്ന വിഷയത്തിലേക്ക് ചർച്ച നീങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഗ്രാമസഭ? പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് താമസിക്കുന്ന മുതിർന്നവരുടെ ഒരു യോഗമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വോട്ടവകാശമുള്ള എല്ലാവരും ഈ ഗ്രാമസഭയിലെ അംഗമാണ്. ഒരു പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെ ചെറിയ ചെറിയ വാർഡുകളായി തിരിച്ചിരിക്കുന്നു. ഒരു പഞ്ചായത്തിന് കീഴിൽ ഒത്തിരി വാർഡുകൾ ഉണ്ടാകും. ഈ വാർഡിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഈ പ്രതിനിധി വാർഡ് മെമ്പർ എന്നറിയപ്പെടുന്നു. ഈ വാർഡ് മെമ്പറും മറ്റ് അംഗങ്ങളും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ സർപഞ്ചിനെ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ സർപഞ്ചും വാർഡ് മെമ്പറും കൂടി ചേർന്നതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. 5 വർഷം കൂടുന്തോറും പുതിയ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുന്നു. ഗ്രാമപഞ്ചായത്തും ഗ്രാമസഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പർമാരും പ്രസിഡന്റും അടങ്ങുന്നതാണ്. എന്നാൽ ഗ്രാമസഭയോ ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ 18 വയസ്സ് തികഞ്ഞ വോട്ടവകാശമുള്ള എല്ലാ വ്യക്തികളും ഗ്രാമസഭയുടെ അംഗങ്ങളാണ്. വാർഡ് മെമ്പറും പ്രസിഡന്റും മാത്രമല്ല പഞ്ചായത്തിലുള്ളത്, പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഇനി പഞ്ചായത്ത് സെക്രട്ടറിയെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാ പഞ്ചായത്തിലും ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. ഈ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷനിലൂടെയല്ല, ഗവൺമെൻറ് നിയമിക്കുന്ന ആളാണ് പഞ്ചായത്ത് സെക്രട്ടറി. എല്ലാ പഞ്ചായത്തുകളിലും സെക്രട്ടറിയെ നിയമിക്കുന്നത് സർക്കാരാണ്. ഇനി ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്തെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഗ്രാമസഭയെ വിളിച്ചു കൂട്ടുക, രണ്ടാമതായി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടുക, മൂന്നാമതായി ഈ 2 മീറ്റിങ്ങിൻ്റെയും റെക്കോർഡ്സ് രേഖപ്പെടുത്തുകയും അവ സൂക്ഷിക്കുകയും ചെയ്യുക. ഇവ മൂന്നുമാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ. ഗ്രാമപഞ്ചായത്തിലെ ഈ സെക്രട്ടറി ഗ്രാമസഭയുടെ സെക്രട്ടറി കൂടി ആയിരിക്കും. ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ ഗ്രാമസഭ. ഈ ഗ്രാമസഭ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു ഘടകമായി മാറുന്നതെന്ന് നമുക്കൊരു സംശയം വരാം അല്ലേ? ഗ്രാമപഞ്ചായത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഈ ഗ്രാമസഭയിലാണ് ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളും ആ ഗ്രാമത്തിൻ്റെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിലൂടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ലഭിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പണം വിനിയോഗിക്കുന്നത് ഗ്രാമസഭകളിലൂടെയാണ് തടയുന്നത്. പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ മാത്രമല്ല, പഞ്ചായത്തിന് പുറത്തു നിന്നുള്ളവരും ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പണത്തിൻ്റെയോ വരവ് ചെലവ് കാര്യത്തിൻ്റെയോ അഴിമതികൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഒരു തവണ ഗ്രാമസഭ കൂടുമ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടുത്ത ഗ്രാമസഭയ്ക്ക് മുമ്പ് തീർപ്പ് കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടുകൾ മിസ്യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗ് പതിവായി കൂടേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രാമപഞ്ചായത്ത് എന്നാൽ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേർന്നതാണ് ഗ്രാമപഞ്ചായത്ത് എന്നല്ലേ? ഈ ഗ്രാമപഞ്ചായത്ത് ഒരു വില്ലേജിന് വേണ്ടി ഒത്തിരി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രാമസഭ അംഗീകാരം നൽകിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഗ്രാമസഭയ്ക്കകത്ത് തന്നെ ചില കമ്മിറ്റികൾ രൂപീകരിക്കും. ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, കൺസ്ട്രക്ഷൻ കമ്മിറ്റി എന്നിവ. ഇതിൽ ആ ഗ്രാമത്തിലെ ചില ആൾക്കാരും ഗ്രാമപഞ്ചായത്തിലെ ചില ആൾക്കാരും ഉണ്ടായിരിക്കും. ഇത്തരം കമ്മിറ്റികളിൽ സാധാരണക്കാരായ ആളുകളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു സാധാരണ പൗരന് വരെ ഗ്രാമസഭ വഴി നേരിട്ട് ഗവൺമെൻറ്റിൽ ഒരു പങ്ക് ലഭിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് ഒത്തിരി വർക്കുകളുണ്ട്. ഇവിടെ മെയിനായിട്ട് 3 വർക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്.
ആദ്യത്തേത് ജലസ്രോതസ്സുകൾ, റോഡുകൾ, ഡ്രെയിനേജ്, സ്കൂൾ കെട്ടിടങ്ങൾ, പൊതുസ്വത്ത് എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. രണ്ടാമതായി പ്രാദേശിക നികുതി ചുമത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഗ്രാമത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇവ മൂന്നുമാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനായി ഫണ്ടുകൾ ആവശ്യമാണ്. ഇവ പല രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. ഇനി പഞ്ചായത്തിൻ്റെ ഫണ്ടുകളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി വീടുകളുടെ കരവും മാർക്കറ്റ് സ്ഥലങ്ങൾ എന്നിവയുടെ വാടകയും. രണ്ടാമതായിട്ട് ഗവൺമെൻറ് സ്കീം ഫണ്ട്. ചില ഗവൺമെൻറ് സ്കീം ഫണ്ടുകൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വഴി ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നു. മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റി പ്രോഗ്രാമിന് വേണ്ടി ചിലപ്പോൾ ചില ഗ്രാൻറ്റുകൾ, ചില ഡൊണേഷൻസുകൾ പഞ്ചായത്തിന് ലഭിക്കാറുണ്ട്. ഇവയാണ് പഞ്ചായത്തിൽ ലഭിക്കുന്ന ഫണ്ടിൻ്റെ ഉറവിടങ്ങൾ. ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ പഞ്ചായത്തിലേക്കും ഓരോ സ്കീമുകൾ നൽകാറുണ്ട്. ഈ ഗ്രാമസഭയിൽ ഉയർന്നു വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സ്കീമാണോ സർക്കാർ അനുവദിച്ചതെന്ന് നോക്കിയിട്ട് ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റോഡുകൾ, കിണർ, ലൈബ്രറി, ഹെൽത്ത് ക്യാമ്പ്, അംഗൻവാടി ഇത്രയും കാര്യങ്ങൾ ഒരു പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഗവൺമെൻറ് കിണറിന് വേണ്ടി പഞ്ചായത്തിലേക്ക് സ്കീം നൽകുകയാണെന്നിരിക്കട്ടെ. ആ പഞ്ചായത്തിന് കീഴിൽ കിണറില്ലാത്തവരുടെ ലിസ്റ്റ് ഗ്രാമസഭ വഴി നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ നിന്ന് യോഗ്യതയുള്ളവർക്ക് ഈ ഗവൺമെൻറ് സ്കീം മുൻതൂക്കം നൽകുകയും ആ പദ്ധതി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഗ്രാമപഞ്ചായത്തിനെ പറ്റിയിട്ടാണ്. എന്നാൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, 3 ലെവൽസ് ഓഫ് പഞ്ചായത്തുകളുണ്ട്. അതിൽ ഏറ്റവും താഴെക്കിടയിലുള്ള പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്. ഇതിനു മുകളിൽ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ജനപദം എന്നറിയപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് മുകളിലായി ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പഞ്ചായത്തുണ്ട്. ഈ 3 ലെവൽസ് ഓഫ് പഞ്ചായത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള പഞ്ചായത്തായ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഗ്രാമസഭയിലെ അംഗങ്ങളാണ് പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ കുറേ ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യുന്നതാണ് അടുത്ത ലെവലായ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ജനപദ പഞ്ചായത്ത്. പല പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചെയ്യുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. പല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഒരു ജില്ലയുടെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻസ് തീരുമാനിക്കുന്നതും ജില്ലാ പഞ്ചായത്താണ്. 5 പേർ അടങ്ങുന്ന ഗ്രാമ സ്വയംഭരണ സമിതി എന്നാണ് പഞ്ചായത്തിൻ്റെ അർത്ഥം. കാലാന്തരത്തിൽ 5ൽ കൂടുതൽ അംഗങ്ങൾ ഉൾക്കൊണ്ട് വികാസം പ്രാപിച്ചപ്പോഴും പഞ്ചായത്ത് എന്ന പേരിന് മാറ്റം വന്നില്ല. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.